ഞാനിപ്പോ പറയുമ്പോൾ കുറച്ച് ക്രൂരമാണ്. ക്രൂരമാകണ്ട. സുനിലിന് ആവശ്യം നമ്മുടെ അനൂപിന്റെ സേവനമാണ്. സുനിലിന് മാത്രമല്ല, സുനിലിന്റെ ഭാര്യയ്ക്കും ആ മകനും +2 പഠിക്കുന്ന മകനും അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ തന്നെ മതിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇങ്ങനെയുള്ളവർക്ക് അവരെ ഒരു നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ല, നമ്മുടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ഇത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ സ്വച്ഛസുന്ദരമായിട്ട് ഇത് ഒഴുകി പോയിക്കോട്ടെ എന്നാണ്. അല്ല, അങ്ങനെ ഒഴുകാൻ വിടണോ? അങ്ങനെ പാടില്ല. സോഷ്യൽ ആസ്പെക്ട് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും കാണുമ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികൾ അവസ്ഥകൾ കൂടി വരും. അത് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിക്കുള്ള മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അനൂപിനും അതുപോലത്തെ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയും, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നില്ല സാർ. പിന്നെ സാറിന് ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഞാൻ അദ്ദേഹം അങ്ങനോട് ചോദിച്ചായിരുന്നു ഇദ്ദേഹത്തിന് അദ്ദേഹം എന്തെന്നാണ് വിളിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പം ഈ പറയുന്ന സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സാർ. ഒരാൾ ഒരു സ്ഥലത്ത് വരുന്നെങ്കിൽ അവർക്കൊരു വിശ്വാസമില്ലാത്ത ഒരാളും ഒരു സ്ഥലത്തും പോകത്തില്ല. പ്രത്യേകിച്ച് ഒരു സമാധി അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാഷ പറയുന്ന ഒരു കല്ലറയിലോട്ട് ആരും പോകത്തില്ല. പേരിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലറ എന്ന് പറയുന്നത്. ഞാൻ അവിടുത്തെ ലൈവ് വരെ നമുക്കൊരു ചാനലുണ്ട്, ശിവയോഗി ശമ്പാല. ഉണ്ട്, യൂട്യൂബ് ചാനലോ? ഉണ്ട് സാർ. എന്റെ അമ്മു, ശിവയോഗി ശമ്പാല എന്നാണ് ആ ചാനലിന്റെ പേര്. ഇതിന് ശേഷമാണ് സാർ. അപ്പൊ നമ്മൾ അവിടെ ലൈവാണ് ഇടുന്നത്. കാരണം ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അത് കണ്ടിട്ടില്ലല്ലോ. അല്ല, അതാണ് സംഗതി. ബിസിനസ്സിലേക്ക് മാറി. നമ്മൾ ആരിൽ നിന്ന് ഇതുവരെ 5 പൈസയും മേടിച്ചിട്ടില്ല. പലരും എന്നെ ഫോൺ വിളിച്ച് പലരുടെ കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. എനിക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. കാരണം ഇദ്ദേഹം വന്ന് എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത്, ഇപ്പോൾ സാർ എന്നെ ഫോൺ ചെയ്യുകയാണ്, സാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ദേഹം വന്ന് എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് സാറിൻ്റെ കാര്യം എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സാറിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ എനിക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. അതെ, ഞാൻ ഇന്ന് റിട്ടയർഡ് ആയിട്ട് വന്നിട്ട് ഇപ്പം മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഞാൻ അങ്ങനെ വളർന്ന ഒരു വ്യക്തിയാണ്. എന്റെ പട്ടാളം എവിടെയാ അവസാനം വർക്ക് ചെയ്തത്? ഞാൻ വർക്ക് ചെയ്തത് ജമ്മുവിലാണ് സാർ. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർഡ് ആവുന്നത്. പഴയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അല്ല, അങ്ങനെയല്ല സാർ ഞാൻ പറയുന്നത്. എനിക്കൊന്ന് കാണേണ്ടി വരും. അതായത് ഇപ്പൊ എന്നെ ആരെങ്കിലും വിളിക്കുന്നതെന്ന് ഇരിക്കട്ടെ സാർ, അവര് ജനൂനാണ് വിളിക്കുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഏകദേശം ഒരു 10,000-ഓളം പേർക്ക് കാര്യങ്ങൾ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ എന്നോട് ചോദിച്ചു, ഒരു പൈസയും വാങ്ങിയില്ല. ഇല്ല, കൊമേഴ്സിലാന്ന് പറയാൻ പറ്റില്ല. 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കേരളത്തില് പ്രൊഫസർ A.T. കോവൂര് സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഞങ്ങൾ പഴയ കാര്യമാണ്, എന്നാൽ പോലും ഞാൻ പറയാം, ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞു ഒരുപാട് പഴയ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന വഴിയും ഞങ്ങളൊരു കട്ടിയുള്ള ഒരു കവറിൽ ഒരു 10 രൂപയുടെ നോട്ട് ഇട്ട് വെച്ചാൽ നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം ഞങ്ങളത് തരാം. ഒരു കട്ടിയുള്ള കവറിൽ ഒരു 10 രൂപയുടെ നോട്ട് ഇട്ടും അടച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ 100% സാക്ഷരതയുള്ള കേരളത്തിൽ 2 പേര് വന്ന് ഇതുപോലൊരു ചാനലിൽ പറയുക എന്ന് പറഞ്ഞാൽ നിസ്സാര ധൈര്യമൊന്നും പോരാം. അത് അത്രയ്ക്ക് മാത്രം അത് അപലപിക്കപ്പെടേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.